ഹായ്, ഇന്ന് നമുക്കേ അവൾ, അവളെ, അവളുടേത് എന്നൊക്കെ ചേർത്ത് പറയാൻ നോക്കാം. ഷീ എന്ന് പറയുമ്പോൾ അവൾ, ഹെർ അവളെ അല്ലെങ്കിൽ അവൾക്ക്, അവളുടെ എന്നൊക്കെ പറയാൻ. ഹെർസ് എന്ന് പറയുമ്പം അവളുടേത് എന്ന് പറയാം. ഉദാഹരണത്തിന് നമുക്ക് ആദ്യം എഴുതാം, അവൾ എൻ്റെ സഹോദരിയാണ്. എങ്ങനെ എഴുതും? ഷീ ഈസ് മൈ സിസ്റ്റർ. എൻ്റെ സഹോദരി ഈസ് ആകുന്നു. അവൾ ചന്തയിലേക്ക് പോയി. ഷീ വെൻറ്റ് പോയി ടു ദ മാർക്കറ്റ്. ചന്തയിലേക്ക്. അവൾക്ക് പൂക്കൾ ഇഷ്ടമാണ് അല്ലെങ്കിൽ അവൾ പൂക്കൾ ഇഷ്ടപ്പെടുന്നു. എങ്ങനെ പറയാം? ഷീ ലൈക്സ്, അവൾ ഇഷ്ടപ്പെടുന്നു അല്ലെങ്കിൽ ഇഷ്ടമാണ് ഫ്ലവേഴ്സ്, പൂക്കൾ. അത് പറയുമ്പോൾ അങ്ങനെ പറയാം, അവൾക്ക് പൂക്കൾ ഇഷ്ടമാണ്. ഷീ ലൈക്സ് ഫ്ലവേഴ്സ്, പൂക്കൾ ഇഷ്ടപ്പെടുന്നു എന്നും പറയാം. അടുത്ത നോക്ക്, ഹെർ. അത് നമുക്ക് അവളെ, അവൾക്ക്, അവളുടേതെന്നൊക്കെ ചോദിച്ച് പറയാവുന്നതാണ്. ഇത് അവളുടെ ബുക്കാണ്. ഹെർ എന്ന് പറഞ്ഞപ്പോൾ അവളുടെ. ദിസ് ഈസ്, ഇതാകുന്നു ഹെർ ബുക്ക്, അവളുടെ ബുക്ക്. എനിക്ക് അവളുടെ അമ്മയെ അറിയാം, അവളുടെ അമ്മയെ. ഐ നോ ഹെർ മദർ. ഐ നോ, എനിക്കറിയാം ഹെർ മദർ, അവളുടെ അമ്മയെ. അവളുടെ വസ്ത്രം മനോഹരമാണ്. അതെങ്ങനെ എഴുതാം? ഹെർ ഡ്രസ്സ്, അവളുടെ വസ്ത്രം ഈസ് ബ്യൂട്ടിഫുൾ. ഞാൻ അവളെ ഇന്നലെ കണ്ടു. അതെങ്ങനെ എഴുതാം? ഞാൻ അവളെ കണ്ടു എന്ന, ഐസ കണ്ടു, ഹെർ അവളെ, എസ്റ്റർഡേ ഇന്നലെ. അടുത്ത നോക്ക്, അവളെ സഹായിക്കൂ. ദയവായി അവളെ സഹായിക്കൂ എന്ന് പറയുമ്പോൾ നമ്മൾ എങ്ങനെ എഴുതാം? പ്ലീസ് ഹെൽപ്പ് ഹെർ. അവളെ. അവൾക്ക് കുറച്ച് ജലം കൊടുക്കൂ അല്ലെങ്കിൽ വെള്ളം കൊടുക്കൂ എന്ന് എങ്ങനെ പറയാം? ഗിവ് ഹെർ സം വാട്ടർ. അവൾക്ക്. ഇനി അടുത്ത് നോക്ക്, ഹെർസ്, അവളുടേത്. അത് നമുക്ക് എങ്ങനെ എഴുതാം? ഈ പേന അവളുടേതാണ്. ദിസ് പെൻ ഈസ് ഹെർസ്. ഈ ആറൊന്നും കടുപ്പിച്ച് പറയത്തില്ല കേട്ടോ പറയുമ്പോൾ. ഹേഴ്സ്. നീല ബാഗ് അവളുടേതാണ്. ദ ബ്ലൂ ബാഗ് ഈസ് ഹേഴ്സ്. ആ വീട് അവളുടേതാണ്. ദാറ്റ് ഹൗസ് ഈസ് ഹേഴ്സ്. അപ്പോൾ ഷീ, ഹെർ, ഹേഴ്സ്. അവൾ, അവളെ, അവളുടേത്.